ലോക ക്രിസ്ത്യൻ ഭൂപടത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നും നിറസാന്നിധ്യമാണ് അറബിക്കടലിൻ്റെ അലറിയടിക്കുന്ന മദാലസമാരുതനെ മന്ദമാരുതനാക്കുന്ന വേമ്പനാട് കായൽ തീരത്ത് എല്ലാം അറിയുന്ന ചരിത്ര സാക്ഷ്യമായ പ്രാന്തൻ കുരിശ് എന്ന കൂനൻ കുരിശ്. അത്ഭുതങ്ങളുടെ നിറനാഴികൾ തിങ്ങുന്ന അത്ഭുത സങ്കേതമാണ് ഇന്നും ആ കുരിശ്. ആയിരങ്ങൾ തീർത്ഥാടകരായി എത്തുന്ന ഓടിയണയുന്ന ഒരു പുണ്യസങ്കേതം. 1599 ഉദയംപേരൂർ സൂനഹദോസോടെ പുത്തൻ കൂറ്റുകാരും പഴയ കൂറ്റുകാരും പിരിയാനുള്ള ഒരുക്കങ്ങളായി. ഇനിയും അതുതന്നെ സംഭവിച്ചേക്കാം. അങ്ങനെ പ്രാന്തൻ കുരിശ് ഇന്നും ശ്രദ്ധാകേന്ദ്രമാവുന്നു. 1599 ഉദയംപേരൂർ സൂനഹദോസും തുടർന്നുണ്ടായ സംഘർഷങ്ങളും ഒരിക്കൽ കൂടി ചരിത്രത്തിൽ ഓർമ്മയിലെത്തുന്നു. റോമൻ സുറിയാനി കത്തോലിക്കരും യാക്കോബായ വിശ്വാസികളും തമ്മിലുണ്ടായ അകൽച്ച ഉദയംപേരൂർ സൂനഹദോസോടെ വർദ്ധിച്ചു. ലത്തീൻ വൽക്കരണമെന്ന പേരിൽ കൃത്യമായ ചേരിതിരിവ് പോർച്ചുഗീസ് ആധിപത്യകാലത്ത് സംഭവിച്ചത് ഇനിയും സംഭവിച്ചുകൂടാകുകയില്ല. സൂനഹദോസിന് ശേഷം 54 വർഷങ്ങൾ കഴിഞ്ഞു. ബാബിലോണിയ പാത്രിയാർക്കിയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബിഷപ്പ് അഹദുള്ളയെ കടലിൽ കെട്ടിയിറക്കി കൊലപ്പെടുത്തിയെന്ന വാർത്ത കൊച്ചിക്കാർ അറിഞ്ഞതോടെ 1653 ജനുവരി 3 ക്രൈസ്തവ വിശ്വാസികളിൽ ഒരു വിഭാഗം മട്ടാഞ്ചേരിയിലെ കുരിശിനെ തൊട്ട് പാരമ്പര്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് സത്യം ചെയ്തു. ജനങ്ങൾ അധികമായി കൂട്ടം കൂടിയതോടെ കുരിശിൽ വടം കെട്ടി അതിൽ പിടിച്ച് ജനങ്ങൾ അന്ത്യോക്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് സത്യം ചെയ്തു. കുരിശി ചെരിഞ്ഞു. തുടർന്ന് ഇരുവിഭാഗങ്ങളും വേർപിരിയലിന് തുടക്കമിടുന്നു. എന്നാൽ ബിഷപ്പിനെ കടലിൽ കെട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയെന്നത് വ്യാജവാർത്ത ആയിരുന്നുവെന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം അറിഞ്ഞു. അദ്ദേഹം വന്ന കപ്പൽ കൊച്ചിയിലടുപ്പിക്കാൻ തദ്ദേശീയർ സമ്മതിച്ചില്ല. ആ കപ്പൽ നേരെ പോർച്ചുഗീസ് തുറമുഖത്തേക്കാണ് പോയത്. അവിടെ അഹദുള്ള മെത്രാനെ മരണം വരെ ജയിലിൽ പാർപ്പിച്ചു. ഇക്കാര്യം പോർച്ചുഗീസ് അധികൃതർ പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് കായലിനടുത്ത് ഒരു വരാന്തയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് റോഡിനരികിലേക്ക് മാറ്റി സ്ഥാപിച്ചു. കാലങ്ങൾ കഴിഞ്ഞതോടെ നിരവധി തീർത്ഥാടകർ കുരിശ് സന്ദർശിച്ചു തുടങ്ങി. പല അത്ഭുതങ്ങളും സംഭവിച്ചു. കാണാതെ പോകുന്ന വസ്തുക്കൾ കണ്ടെത്താനും നുണ പ്രചരിപ്പിക്കുന്നവർക്കും ദുരാരോപണങ്ങൾ പറഞ്ഞു പരത്തുന്നവർക്കും യേശു നിന്ന ചെയ്യുന്നവർക്കും കൂനൻ കുരിശ് ഒരു പേടി സ്വപ്നമായി തുടങ്ങി. അവർ ഭ്രാന്തന്മാരെ പോലെ കുരിശിനു മുമ്പിൽ വന്ന് പശ്ചാത്തപിക്കുന്നത് പതിവ് കാഴ്ചയായി. വ്യാജങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ക്രിസ്തുവിനെ പരിഹസിക്കുന്നവരും കൂനൻ കുരിശിനെ ഭയപ്പെട്ടു. അവരിൽ പലരും ഭ്രാന്തന്മാരെ പോലെ കുരിശിനു മുമ്പിൽ വന്ന് പശ്ചാത്തപിച്ച് പുലമ്പി. അങ്ങനെ കൂനൻ കുരിശ് ഭ്രാന്തൻ കുരിശായി. പോർച്ചുഗീസ് ഭാഷയിലെ ഫ്രാന്തി ക്രോസ്, പ്രാന്തേ ക്രോസ്, പിന്നെ ഭ്രാന്തൻ കുരിയച്ചനായതുമാകാം. ഇന്നും ആയിരങ്ങൾ ഭ്രാന്തൻ കുരിശിനു മുമ്പിൽ വന്ന് മെഴുകുതിരി തെളിയിച്ച് എണ്ണയൊഴിച്ച് പൂമാലയിട്ട് തലയിൽ ഒഴിഞ്ഞ് സായുജ്യമടയുന്നത് പതിവ് കാഴ്ചയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഫലപ്പെടുന്നു. കാഴ്ചകൾ സമർപ്പിച്ച് അവർ നിർവൃതി അടയുന്നു.